സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയിൽ സഹകരിക്കാതെ ലീഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന് ചെയർമാൻ മൈൻ ഹാജി പറയുന്നു. സമസ്തയിലെ തർക്കപരിഹാരത്തിനായി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് മൈൻ ഹാജി. അതേസമയം ദുബായ് സമ്മേളനത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അധ്യക്ഷനാക്കിയിട്ടുണ്ട്. നേരത്തെ അനുഗ്രഹ പ്രഭാഷണമായിരുന്നു നിശ്ചയിച്ചത്. സാദിഖ് അലി തങ്ങളെ പങ്കെടുപ്പിക്കാൻ വേദിയിൽ കൂടുതൽ പരിഗണന നൽകി. ആദ്യം അച്ചടിച്ച പോസ്റ്റർ തിരുത്തി പുതിയ പോസ്റ്റർ ഇറങ്ങി. പോസ്റ്റർ കോപ്പികൾ റിപ്പോർട്ടറിന് ലഭിച്ചു. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, എന്താണ് ഈ സംഭവിക്കുന്നത്? ഡോക്ടർ അരുൺ, സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ദുബായിൽ ഇന്ന് വലിയ പ്രചാരണോദ്ഘാടനം പരിപാടി നടക്കുകയാണ്. അതിന്റെ സമാപന സമ്മേളനത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കില്ല എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പങ്കെടുപ്പിക്കാൻ ആ അനുനയ ശ്രമത്തിലൂടെ സാധിച്ചു. അദ്ദേഹത്തെ നേരത്തെ നിശ്ചയിച്ചത് അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാനും സമവായ നീക്കത്തിന്റെ ഭാഗമായി വേദിയിൽ അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ അധ്യക്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. ആ പദവിയുടെ നേരത്തെയുള്ള പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും അത് അനുഗ്രഹ പ്രഭാഷണം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ അത് അധ്യക്ഷനാക്കിയിട്ടുണ്ട്. ഈ സമസ്ത 100ാം വാർഷികത്തിൽ ലീഗ് തീരെ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സഹകരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ അനുനയ നീക്കത്തിലാണ് സാദിഖ് അലി തങ്ങളെ ഇപ്പോൾ ദുബായ് സമ്മേളനത്തിൽ എത്തിക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുഴുവൻ സംഘാടക സമിതിയെ നിയന്ത്രിക്കാൻ ഒരു കോർഡിനേഷൻ കമ്മിറ്റി നിയോഗിച്ചിരുന്നു. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ മൈൻ ഹാജിയെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉള്ളതായി അറിയില്ല, അത് അറിയിച്ചിട്ടില്ല, പത്രങ്ങളിലൂടെ മാത്രമാണ് വിവരം ലഭിച്ചതെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ കോർഡിനേഷൻ കമ്മിറ്റി ഇതുവരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.